ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു ചെറിയ വീടിൻ്റെ വയർ വലിയും അതിൻ്റെ സ്വിച്ച് ബോർഡ് ഫിറ്റിങ്ങും ഡിവിഡ്രസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താണെന്നുള്ള നമ്മൾ കണ്ടിട്ട് വരാം. അപ്പോൾ ചങ്ങന്മാരെ, നമ്മളിവിടെ വയർ വലി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോളിക്യാബിൻ്റെ ഗ്രീൻ വയറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒക്കെ പൊട്ടിച്ച് റെഡിയാക്കി മെറ്റൽ ബോക്സൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ വയർ വലി സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പണി കൂടി ഇവിടെ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു റൗണ്ട് ഉണ്ട്, കണ്ടില്ലേ? ആ റൗണ്ട് വയറിൻ്റെ റൗണ്ടിൻ്റെ നേരെ അടിയിൽ 3 പൈപ്പ് ഉണ്ടല്ലോ, അവിടേക്ക് 3 പ്രൊഫൈൽ നമുക്ക് നോക്കാണ്ട്. ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് DB L&Tൻ്റെ 4-way TPN ആണ്. അപ്പോൾ ഈ പ്രൊഫൈൽ പറഞ്ഞു തന്നില്ല, അതിൻ്റെ നേരെ ഞങ്ങൾ ലൈനായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ട്, അടിയിലൊന്നുമില്ലാതെ ഡിസൈനൊന്നുമില്ലാതെ. അപ്പോൾ പിന്നെ അങ്ങനെ തോന്നിയാൽ ലൈന് കൊടുക്കുമ്പോൾ ഒരു വൃത്തികേടല്ലാന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഡയമണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡയമണ്ട് കൊടുത്തുകൊണ്ട് വൃത്തികേടുണ്ടോ എന്നുള്ളതൊന്ന് പ്രേക്ഷകരായി നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. കാരണം നമുക്ക് അതിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കായിരുന്നോ എന്നുള്ളതും പറഞ്ഞുതരാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തതിൽ നമുക്കൊന്ന് പിന്നെ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ അധികം കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രൊഫൈലൊന്ന് താവെയുള്ള കട്ടിങ് മാത്രം മതി. പിന്നെ ഡിസൈൻ അടിയിൽ ആ ഡയമണ്ട് ഉള്ളതുകൊണ്ട് അതൊന്ന് ചെരിച്ചും മുറിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് പണിയാണ്. അപ്പോൾ അത് ചെറിയ ചെറിയ കട്ടിങ് ആകുമ്പോഴുള്ള പ്രശ്നമാണ്. വലിയതാകുമ്പോൾ പിന്നെ നമുക്ക് അത്ര ഇതാവില്ല. ഇതിപ്പോൾ ഒക്കെ കട്ടിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൽ പ്രൊഫൈലൊന്ന് പിടിപ്പിക്കാനുള്ളത് നമുക്ക്. പ്രൊഫൈലിപ്പോൾ കട്ട് ചെയ്ത് പിന്നെ ഈ മൂലൊക്കെ കൂട്ടുമ്പോഴാണ് അത് കറക്റ്റ് ആകേണ്ടത്. മൂല കൂട്ടുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടോപ്പ് ഇടുമ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയാണ്. കറക്റ്റ് ആ മൂലൊക്കെ കൂട്ടി വരുമ്പോഴേ എല്ലാന്നുണ്ടെങ്കിൽ ഒരു വൃത്തികേടായിട്ട് തോന്നും. പിന്നെ ഡ്രൈവ് വെക്കണത് നമ്മൾ ആ താഴത്ത് കാണുന്ന ആ കോബോക്സ് ഇല്ലേ, അതിലാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് വെക്കുക. അപ്പോൾ ഡ്രൈവ് വെക്കുമ്പോൾ അതിൽ വേറെ ഒന്നും നോക്കണ്ട, അതിൽ വേറെ വയറുകളൊന്നും പോകണില്ല കേട്ടോ. ഇതിലേക്ക് വന്ന വയർ എന്താ വെച്ചാൽ പിന്നെ നമ്മളെ പ്രൊഫൈലിലേക്ക് പോകുന്ന ഔട്ടും അത് ഇങ്ങോട്ട് വരുന്ന കറണ്ട് വയർ മാത്രമേ ഉള്ളൂ. നമ്മൾ വയർ വലി ഏകദേശമായി. ഇത് വയർ വലിച്ച് പിന്നെ ടാഗൊക്കെ ചെയ്ത് സ്വിച്ച് ബോർഡിലേക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ലാച്ചറിലിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം വയർ നമ്മൾ ഇതിന് ബെൽപുഷിലേക്ക് വലിക്കണം, മാസ്റ്ററിന് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ബെൽപുഷിലേക്ക് ഒരു ഇന്നൊരു ഔട്ടും. അപ്പോൾ ഈ ഔട്ട് വലിച്ച് നമ്മൾ ഇൻഡിക്കേറ്ററിൽ കൊടുക്കാൻ കേട്ടോ. ഇതിലേക്കുള്ള നമ്മളെ ബെഡ് സ്വിച്ചിലേക്കുള്ളത്, അല്ലെങ്കിൽ മറ്റേത് ഔട്ട് വയർ 2-way സ്വിച്ചിൽ കൊടുക്കാനുള്ളത്. രണ്ടും 2 എത്ത് ഒരു എമ്മും ഇടും നമ്മൾ പിന്നെ ഇതിലേക്ക് ഈ ഔട്ട് വയറിലേക്ക്. ഒരു എത്തും ഒരു എമ്മും പിന്നെ ഇന്ന് വയറിനും കൊടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാറൂല, കറക്റ്റ് ആയി തന്നെ കിട്ടും. പിന്നെ DBയിൽ ഇപ്പോൾ ഏകദേശം വയറുകളൊക്കെ എത്തി. ഈ ഇപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ ഇതൊരു പണി ചെയ്യാണ്ട്, ഇതിൻ്റെ എല്ലാ വയറും നമ്മളൊന്ന് സ്ട്രൈറ്റ് ചെയ്യണം. സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ ഗുണം നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ബെൻഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ കേട്ടോ, ബെൻഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ന്യൂട്രൽ, ഫേസ്, എർത്ത് ഇതൊക്കെ സെപ്പറേറ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ പിന്നെ ബോർഡിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അപ്പോൾ ഒരു ആർക്കും മെയിൻ്റനൻസിന് ഇപ്പോൾ ഒരു കാലം വരെയൊക്കെ നമ്മളുണ്ടാവും, കുറേ കഴിഞ്ഞാലും ആർക്കും മാറാലോ. അപ്പോൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക, എല്ലാ വയറും അതായത് പിന്നെ ഇതിലേക്ക് ബാച്ചാക്കിയിട്ട് തിരിച്ച് ടാഗ് ചെയ്ത് വെച്ചാൽ ആർക്കും വന്നാൽ അത് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും. പിന്നെ കളർ വയർ പരമാവധി കളർ കൂടെ നമ്മൾ ഉപയോഗിക്കുക. ഈ സ്വിച്ചിലേക്കുള്ള കണക്ഷനൊക്കെ ഇതുപോലെ കൊടുത്താൽ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇപ്പം നമ്മൾ സ്വിച്ച് സെപ്പറേറ്റ് മാറ്റണമെങ്കിലൊക്കെ നല്ല സൗകര്യമാണ്. അതുപോലെ മാസ്റ്ററിന് വരുന്ന വയറും കളർ കോഡാക്കി തന്നെ ഇട്ടാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് അതിൽ ഞങ്ങൾ മഞ്ഞ വയറാണ് ഇപ്പം മാസ്റ്ററിന് ഇട്ടിട്ടുള്ളത്, മറ്റേത് ചുവപ്പും. മഞ്ഞ പറഞ്ഞാൽ ഇപ്പം നമ്മൾ 2-way സ്വിച്ചിൽ ആർക്കും അറിയാൻ പറ്റും. മറ്റേ 3ാമത്തെ ടെർമിനൽ 2-way ആണെന്നുള്ളത് 2-way സ്വിച്ച് ഉള്ളു കൊടുത്തിട്ടോ, മറ്റേത് 2-way കൺട്രോളായിട്ട് കൊടുക്കും. ഇങ്ങനെ ആകുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ എന്നാലും വയർ നമുക്ക് കളർ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാം, പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പം തുണി ഉപയോഗിച്ച് നമ്മൾ എല്ലാ വയറും സ്ട്രൈറ്റ് ചെയ്യണം. അപ്പോൾ സ്ട്രൈറ്റ് ചെയ്യുമ്പോൾ എല്ലാ വയർ വലിക്കുമ്പോൾ ഉള്ളിൽ കോപ്പറല്ലേ,
എങ്ങനെയാലും ബെൻഡ് ചെറിയ മടക്കുകളൊക്കെ വരും. അപ്പോൾ ഈ മടക്കൊക്കെ ഒഴിവാക്കാനാണ് കേട്ടോ അത്. നല്ല പിടിച്ചിട്ട് തന്നെ മേലെ നിന്ന് വയറ് ഊരി പോരാത്ത രീതിയിൽ ചെയ്യണം. മറ്റേത് നമ്മൾ വലിക്കുമ്പോൾ അങ്ങോട്ട് പോരും. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ വയറൊന്നും സ്ട്രൈറ്റ് ചെയ്തണ്ട, ഒക്കെ വടി പോലെ അങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വൈൻഡ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ നിന്ന് കിട്ടും. ഇപ്പോൾ എല്ലാം വേണ്ട എല്ലാം സൂപ്പറാക്കി ഞങ്ങൾ സ്ട്രൈറ്റ് ചെയ്ത്, പിന്നെ അതിൽ ചളി എന്തെങ്കിലും ഉണ്ടെങ്കിലും പൊടി മണ്ണൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടും. നല്ല വൃത്തി ഉണ്ടാവും വയറ്. കാരണം നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തിയാണ്. ഒരു ഡീബിൻ്റെ പിന്നെ ആ ഒരു വർക്കിൻ്റെ ഒരു പെർഫെക്ഷൻ നമ്മൾ കാണില്ല. ഡി ബി തുറന്നാൽ ഏതൊരു വർക്കിനും പെർഫെക്ഷൻ ഡി ബിയിൽ നമുക്ക് അറിയാൻ പറ്റും, എത്രത്തോളം പിന്നെ ആ വർക്ക് എത്ര പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരാൾ വന്ന് നോക്കിയാൽ നമ്മൾ ഡി ബി അയച്ചു നോക്കുമ്പോൾ തന്നെ അപ്പോൾ അത്രത്തോളം കറക്റ്റാണെന്നുള്ള അറിയണമെങ്കിൽ നമ്മൾ ആ ഡി ബി അത്രയും ക്ലിയർ ആക്കി വയ്ക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യാം. നമ്മൾ ഫെറോൾ സോക്കറ്റ് ഇതുപോലെ ഒന്ന് ക്രിമ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നന്നാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലാച്ചറിയിലല്ലേ, ലാച്ചറിയിലെ പിന്നെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാച്ചറിയിൽ അത് കാണാത്തവരൊന്ന് കാണുക. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, എങ്ങനെ കണക്ഷൻ കൊടുക്കണം കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു ഡി ബിയിൽ നമ്മൾ RCC വെച്ചില്ല എന്നുള്ള പ്രേക്ഷകരൊന്നും തെറ്റിദ്ധരിക്കേണ്ട. RCC ഉണ്ട്. ഇത് ഈ വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല, നിലംപണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിച്ച ബോർഡിൽ തന്നെ 6F തന്നെയാണ് സാധനം ഉള്ളത്. അപ്പോൾ അത് വർക്ക് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറ്റി വെക്കുക. ഈ ഒരു ബോർഡിൽ ആണുള്ളത്. അത് നമ്മളെന്തായാലും മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം ഈ വീടിൻ്റെ പൂർത്തിയായിട്ടുണ്ട്. വരെ നമ്മൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണം അമർത്തുക. പിന്നെ പിന്നെ MCB കാര്യങ്ങളൊക്കെ 1-2 MCB കാര്യങ്ങളൊക്കെ ഡി ബിയിൽ വെക്കാണ്ട്. അപ്പോൾ RCC ഒക്കെ വെക്കുമ്പോൾ അപ്പോൾ നമ്മളത് വയറും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചേഞ്ച് ചെയ്യാണ്ട്, അതായത് നമ്മൾ കൊടുത്ത ലിങ്ക് ചെയ്ത വയറുകളൊക്കെ അപ്പോൾ അത് ഒക്കെ റെഡി ആകും. കൊടുക്കുമ്പോൾ ഒക്കെ നമ്മൾ ശരിയാക്കിയിട്ട് തന്നെ കൊടുക്കട്ടെ. അപ്പോൾ അതങ്ങനെ ഒരു പെർമനൻ്റ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ട് പോയത്. അപ്പോൾ ബാക്കി നമ്മൾ MCBയും പിന്നെ RCC ഒക്കെ വെക്കുമ്പോൾ ഒന്നുകൂടി റെഡി ആക്കാണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.